സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായം കനത്ത പ്രതിസന്ധിയിലേക്കെന്ന ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി നടപ്പാക്കിയതോടെ ഓരോ ബസ് ഉടമയ്ക്കും പ്രതിദിനം 1000 മുതൽ 6000 രൂപ വരെ വരുമാനം നഷ്ടം സംഭവിക്കുന്നുണ്ടെന്നാണ് അസോസിയേഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ വലിയ സാമ്പത്തിക ആഘാതം മറികടക്കാൻ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഇളവുകൾ ഒട്ടും പര്യാപ്തമല്ലെന്നും ഉടമകൾ ആരോപിക്കുന്നു. പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കാനും കൂടുതൽ വാഹനങ്ങൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാനുമായി മോട്ടോർ വാഹന നികുതിയിൽ വൻ കുറവാണ് VD സതീശൻ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. നികുതിയിൽ 50% ഇളവ് നൽകാനാണ് തീരുമാനം. ഇതിനു പുറമെ മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിലാക്കാൻ IT അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനായി 20 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നികുതി വെട്ടിപ്പ് തടയാനായി പ്രത്യേക ടാക്സ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിനെ രൂപീകരിക്കുമെന്നും ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാർ ആഘോഷപൂർവ്വം പ്രഖ്യാപിച്ച ഈ 50% നികുതി ഇളവ് വെറുമൊരു പ്രഹസനമാണെന്നാണ് ബസ് ഉടമകളുടെ പക്ഷം. വാഹന നികുതിയിലെ ഈ ഇളവ് കണക്കാക്കിയാൽ ഒരു ബസ്സിന് ഒരു ദിവസം ലഭിക്കുക കേവലം 106 രൂപ മാത്രമാണ്. പ്രതിദിനം 6000 രൂപയുടെ വരെ നഷ്ടം സഹിച്ച് സർവീസ് നടത്തുന്ന തങ്ങൾക്ക് ഈ ചെറിയ തുക കൊണ്ട് വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ഉടമകൾ വ്യക്തമാക്കുന്നു. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ചതോടെ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചിരുന്ന വലിയൊരു വിഭാഗം യാത്രക്കാർ KSRTCയിലേക്ക് മാറിയതാണ് ഈ വരുമാന തകർച്ചയ്ക്ക് പ്രധാന കാരണം. നിലവിലെ സാഹചര്യത്തിൽ ജൂലൈ 1 ശേഷം സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾക്ക് നിരത്തിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബജറ്റിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് വലിയ തോതിൽ പിന്തുണ പ്രതീക്ഷിച്ചിരുന്ന തങ്ങൾക്ക് ഈ പ്രഖ്യാപനങ്ങൾ വലിയ നിരാശയാണ് നൽകിയതെന്നും അവർ വ്യക്തമാക്കി. സർവീസ് പൂർണ്ണമായും നിർത്തിവെക്കേണ്ട ഗതികേടിലാണ് തങ്ങളെന്നും ബസ് ഉടമകളുടെ പ്രതിനിധി വ്യക്തമാക്കി. വരുമാന നഷ്ടം നികത്താൻ നിലവിലെ നികുതി പരിഷ്കാരം കൊണ്ട് സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ജൂലൈ മാസം മുതൽ കേരളത്തിലെ പൊതുഗതാഗത സംവിധാനം വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങാനാണ് സാധ്യത. നിലവിലെ ഈ തർക്കം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ സാധാരണക്കാരായ യാത്രക്കാരുടെ യാത്രാ സൗകര്യങ്ങളെ ഇത് ബാധിക്കുമെന്നും ഉറപ്പാണ്.